നടുവേദന, മുട്ടുവേദന, പെടല് വേദന, അങ്ങനെയുള്ള ഒരു കുറെ പേര് എനിക്ക് എക്സസൈസ് പറഞ്ഞു തരുമെന്നും പറഞ്ഞ് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ല പേഴ്സണലി കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഈ വീഡിയോ ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1-2 എക്സസൈസ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഇഞ്ചുറിയും റീഹാബ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഒരു മെയിൻ കാരണം, നിങ്ങൾക്ക് ഒരു എക്സസൈസ് മാത്രം ചെയ്താൽ ഒരു മസിൽ മാത്രമായിട്ട് ഒരിക്കലും ഡെവലപ്ഡ് ആവില്ല. മൾട്ടിപ്പിൾ മസിൽസ് നിങ്ങൾ സ്ട്രെങ്തനിങ് ചെയ്താൽ അതിനൊരു ഗ്രേഡ് ഉണ്ട്. ആ രീതിയിൽ ഇപ്പം എല്ലാവർക്കും ഒരേ കണക്കായിരിക്കത്തില്ല ഇഞ്ചുറീസ് പെയിൻ, എല്ലാവർക്കും ഒരേ കണക്കായിരിക്കും നടുവേദന. ചിലർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തതിനാ വേദനയായിരിക്കും, ചിലർക്ക് ഫുട്ബോൾ കളിക്കുമ്പോഴേ വേദനയുള്ളൂ, ചിലർക്ക് കുറെ ബൈക്ക് ഓട്ടിക്കുമ്പോഴേ വേദനയുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫിസിക്കൽ കണ്ടീഷനാണ്. അതേനൊക്കെ തന്നെ മുട്ടുവേദന, ചിലർ കുറെ നേരം നിൽക്കുമ്പോഴായിരിക്കും, ചിലർക്ക് കുറെ നേരം ഇരിക്കുമ്പോൾ ഇങ്ങനെ കാല് നിവർത്തി വെക്കാനുള്ള ഒരു ടെൻഡൻസി, മുട്ട് വളച്ചു വെക്കുമ്പോൾ ഒരു പെയിൻ, അങ്ങനെയൊക്കെയുള്ള പല ഗ്രേഡിലായിരിക്കും, പല രീതിയിലായിരിക്കും മുട്ടുവേദന വരുന്നത്. സോ അപ്പൊ ഓരോരുത്തരുടെ ഫോമും ഫിസിക്കൽ സ്ട്രെങ്തും ഉണ്ട്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ആ രീതിയിൽ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് നോക്കിയാണ് ഓരോരുത്തർക്കും ഉള്ള വർക്കൗട്ടുകളും രീതികളും ചെയ്യുന്നത്. ഒരു എക്സസൈസ് മാത്രമായിട്ട് ചെയ്തതിനാൽ ഒരിക്കലും നിങ്ങൾക്ക് റീഹാബ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ ഫുഡ് കഴിക്കുന്നു, സോ ഫുഡ് ഇങ്ങനെ പുരട്ടി പിന്നെ നമ്മൾ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് വായി കൊണ്ടുവന്ന് വാ ഫുള്ള് കടിച്ച് നമ്മൾ ചവച്ച് വായിലോട്ട് ഇറങ്ങി ഡൈജസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എന്തെല്ലാം പ്രക്രിയകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ 640 തരം മസിൽസ് ഉണ്ട്. അപ്പൊ അത് മൊത്തം നമ്മൾ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്താലേ നമുക്ക് നല്ലൊരു ഫിസിക്കൽ കണ്ടീഷനോടെ നമ്മളത് റീഹാബ് ചെയ്ത് ഫുൾ കണ്ടീഷനിലോടെ നമുക്ക് വരാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഒരു എക്സസൈസ് മാത്രം ചെയ്യാതെ ഗ്രേഡ് വഴി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസിനേക്കാൾ മേലെ എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. സ്റ്റേ ഫോക്കസ്.